ഓപ്ഷൻ ട്രേഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഗ്രീക്കായ ഡെൽറ്റയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ പ്രീമിയം എത്ര വേഗം കൂടുമെന്നും കുറയുമെന്നും ഡെൽറ്റ നമുക്ക് പറഞ്ഞു തരും. ഡെൽറ്റയുടെ വാല്യൂ സാധാരണയായി 0നും 1നും ഇടയ്ക്കായിരിക്കും. എന്നാൽ ഇത് പുട്ട് ഓപ്ഷനിൽ 0 മുതൽ -1 വരെയാണ്. ATM അഥവാ അറ്റ് ദ മണി ഓപ്ഷൻ ഡെൽറ്റ വാല്യൂ സാധാരണയായി 0.5 ആയിരിക്കും. അതായത് നിഫ്റ്റി ഏകദേശം 100 പോയിന്റ് മൂവ്മെന്റ് നടക്കുമ്പോൾ നിങ്ങളുടെ ഓപ്ഷന്റെ വാല്യൂ ഏകദേശം 50 രൂപ കൂടും. ITM അഥവാ ഇൻ ദ മണി ഓപ്ഷൻ ഇതിന്റെ ഡെൽറ്റ വാല്യൂ 0.5 മുകളിലായിരിക്കും, ഏകദേശം 1 അതായത് നിഫ്റ്റി മൂവ് ചെയ്യുന്ന ഏകദേശം തുല്യമായി നിങ്ങളുടെ പ്രീമിയം മൂവ് ആവും. OTM അഥവാ ഔട്ട് ഓഫ് ദ മണി ഇതിന്റെ ഡെൽറ്റ വാല്യൂ 0.5 താഴെയായിരിക്കും, അതായത് നിഫ്റ്റി ഒരു 100 പോയിന്റ് കൂടിയാലും നിങ്ങളുടെ പ്രീമിയത്തിന് അത്ര വലിയ വർധന ഉണ്ടാവില്ല. ഇതൊരു എക്സാമ്പിളോടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നിഫ്റ്റി 21,000 നിൽക്കുവാന്ന് വിചാരിക്കുക. നിങ്ങൾ രണ്ട് തരത്തിലുള്ള ഓപ്ഷനുകൾ ശ്രദ്ധിക്കുന്നു, ITM ഓപ്ഷനും OTM ഓപ്ഷനും. ITM കോൾ ഓപ്ഷൻ 20,800 ഇതിന്റെ ഡെൽറ്റ വാല്യൂ 0.8 ആണെന്ന് കരുതുക. OTM കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 21,200 ഇതിന്റെ ഡെൽറ്റ വാല്യൂ 0.2 ആണെന്ന് കരുതുക. ഇനി നിഫ്റ്റി ഒരു 100 പോയിന്റ് കൂടുമ്പോൾ നിങ്ങളുടെ ITM ഓപ്ഷന് 80 രൂപ കൂടും. എങ്ങനെയാന്ന് വെച്ചാൽ 100 × 0.8. ഇനി നിങ്ങളെടുത്ത OTM ഓപ്ഷൻ വെറും 20 രൂപ മാത്രമേ കൂടുന്നുള്ളൂ. കാരണം 100 × 0.2 ദാറ്റ് ഈസ് 20. വേഗത്തിൽ ലാഭം കിട്ടാൻ ഡെൽറ്റ കൂടിയ ഓപ്ഷനുകൾ നിങ്ങളെ സഹായിക്കും. എന്നാൽ ഇതിന് പ്രീമിയം കുറച്ച് കൂടുതലായിരിക്കും. കുറഞ്ഞ പൈസയ്ക്ക് ഒത്തിരി ലോട്ടുകൾ വാങ്ങുന്നേക്കാൾ നല്ല ഡെൽറ്റയുള്ള കുറഞ്ഞ ലോട്ടുകൾ വാങ്ങാനാണ് എപ്പോഴും നമുക്ക് ട്രേഡിംഗ് സേഫ്. അപ്പൊ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നോ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.